നമസ്കാരം. ദഹനം എളുപ്പം നടക്കാൻ സഹായിക്കുന്ന ഒരു മുദ്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് വിഘടിച്ച് സൂക്ഷ്മ കണികകളായി നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിലായാലേ ശരീരത്തിന് ആവശ്യമായ പോഷണം ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ദഹന പ്രക്രിയ വളരെ നന്നായിട്ട് നടക്കണം, അതുപോലെ വിസർജന പ്രക്രിയയും നടക്കണം. ഈ രണ്ട് സിസ്റ്റത്തിനും സഹായകരമായ ഒരു മുദ്രയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സൂചി മുദ്ര എന്ന് പറയും. ഇതൊരു ആൻഷ്യന്റ് മുദ്രയാണ്. നീഡിൽ മുദ്ര എന്നും പറയും. കാരണം ഈ മുദ്രയ്ക്ക് ഒരു നീഡിലിന്റെ ഒരു അപ്പിയറൻസ് ഉള്ളതുകൊണ്ടാണ് പേര് വന്നത്. അതുപോലെ നമ്മുടെ സിസ്റ്റം ഒന്ന് ശുചിയാകുന്ന മുദ്ര ആയതുകൊണ്ട് ശുചി മുദ്ര, സൂചി എന്നും പറയാം. മിക്ക യോഗാസനങ്ങളോടുകൂടി നമ്മൾ മുദ്രകൾ അനുഷ്ഠിക്കാറുണ്ട്. പ്രാണിക് എനർജിയുടെ നാഡികളിലൂടെയുള്ള ആ ഫ്ലോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. നമ്മുടെ എനർജിയെ ചാനലൈസ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് ഈ മുദ്രകൾ. ഇപ്പൊ എങ്ങനെയാണ് ഈ മുദ്ര ചെയ്യുന്നത് നോക്കാം. നമ്മുടെ കൈവിരലുകൾ ഓരോന്നും പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. നമ്മുടെ തള്ളവിരൽ എന്ന് പറയുന്നത് അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഈ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ, വായു, എയർ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. ഇത് ആകാശം, സ്പേസ് എലമെന്റിനെ സൂചിപ്പിക്കുന്നു. ഇത് പൃഥ്വി, ഭൂമി തത്വത്തെ സൂചിപ്പിക്കുന്നു. ചെറുവിരൽ ജലതത്വത്തെ സൂചിപ്പിക്കുന്നു, വാട്ടർ എലമെന്റ്. അപ്പം ഈ തത്വങ്ങളുടെ അനുപാതം നമ്മുടെ ശരീരത്തിൽ ശരിയാകാതെ വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മുദ്രാശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ അനുപാതം ശരിയാകാനാണ് നമ്മൾ മിക്ക മുദ്രകളും അനുഷ്ഠിക്കുന്നത്. മിക്കവാറും എല്ലാ മുദ്രകളും നമ്മൾ ഒരേ സമയം രണ്ട് കൈയിലും ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ മുദ്ര, സൂചി മുദ്ര, അതൊരു സിംഗിൾ ഹാൻഡ് മുദ്രയാണ്. അതായത് ഒരു സമയം ഒരു കൈയിൽ ചെയ്താൽ മതി. മറ്റേ കൈയിൽ നമുക്ക് ആദിമുദ്രയോ വായുമുദ്രയോ ചെയ്യാം. ഓക്കെ, അപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കൈയുടെ ഈ ഫസ്റ്റ് മൂന്ന് വിരലുകൾ ഈ കൈയുടെ വെള്ളയുടെ സെൻറ്ററിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് തമ്പ് ഇങ്ങനെ അതിൻ്റെ മേളിലേക്ക് വെക്കുക. ഈ വിരൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഇതാണ് നമ്മുടെ എയർ എലമെന്റ്, വായു എലമെന്റിനെ സൂചിപ്പിക്കുന്നത്. ഈ തത്വം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ദഹനത്തിൽ നമ്മുടെ ഫുഡ്, പാർഷ്യലി ഡൈജസ്റ്റ് ആയ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ മലാശയം വഴി പുറത്തേക്ക് എക്സ്ക്രീഷൻ നടക്കാൻ സഹായിക്കുന്നു, നല്ല മലശോധനയ്ക്ക് സഹായിക്കുന്നു. അപ്പം ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുക, മറ്റേ കയ്യിൽ ആദിമുദ്ര. ഇത് തമ്പ് കൊണ്ടുപോയി നമ്മുടെ ചെറുവിരലിൻ്റെ അടിയിലേക്ക് വെക്കുക, എന്നിട്ട് മുഷ്ടി ചുരുട്ടുക. ഇതാണ് ആദിമുദ്ര, ഫസ്റ്റ് മുദ്രയാണ്. പേര് വരാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴും അതുപോലെ ഉണ്ടായി കുറേ നാളുകൾ അവരെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആദിമുദ്ര, ഫസ്റ്റ് മുദ്ര എന്ന് പേര് വന്നത്. അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കുക, മറ്റേ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഈ മുദ്ര ചെയ്യുമ്പോൾ നമുക്ക് നിന്നുകൊണ്ടോ ചെയറിലിരുന്നിട്ടോ ഒക്കെ ചെയ്യാം. പക്ഷേ ഏറ്റവും ഇഫക്റ്റീവ് വജ്രാസനത്തിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം, വജ്രാസനം തന്നെ ദഹനം എളുപ്പം നടക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ്. അപ്പം വജ്രാസനത്തിൽ ഇരുന്നിട്ട് ഈ സൂചിമുദ്ര ചെയ്യുമ്പോൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, ഡബിൾ ഇഫക്റ്റ് ആണ്. ഇപ്പം വജ്രാസനത്തിൽ ഇരിക്കാൻ ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിലത്ത് സുഖാസനം, അതല്ലെങ്കിൽ ഈസി പോസ് എന്ന് പറയും, ചമ്രം പടിഞ്ഞിരിക്കുക, അങ്ങനെ ഇരുന്നും ചെയ്യാം. ഇനി അങ്ങനെയൊന്നും തറയിലിരിക്കാൻ പറ്റാത്തവർ മാത്രം ചെയറിലിരുന്നിട്ട് ചെയ്യുക. അതുമല്ല, ഈ മുദ്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൾ തുറന്നിട്ട് വേണം ചെയ്യാൻ. ബാക്കി എല്ലാ മുദ്രകളും തന്നെ നമ്മൾ കണ്ണടച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിന്നൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് മുദ്ര ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എയർ എലമെന്റ് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കണ്ണടച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ കണ്ണ് തുറന്നിട്ട് കോൺസെൻട്രേഷൻ കിട്ടാനുള്ള മാർഗമാണ് ഒന്നെങ്കിൽ ത്രാടകം ചെയ്യണം, ഏതെങ്കിലും ദൂരെയുള്ള വസ്തുവിൽ കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കണം. അതല്ലെങ്കിൽ നാസികാഗ്ര മുദ്ര ചെയ്യണം, മൂക്കിൻ്റെ ടിപ്പിൽ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുക. ഇതും നമുക്ക് കോൺസെൻട്രേഷൻ തരുന്ന മുദ്രകളാണ്. ഇതൊക്കെ മനോമുദ്രയിൽപ്പെടും, ഇത് ഹസ്തമുദ്രയിൽപ്പെടും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു 10 മിനിറ്റ് ചെയ്യാം. ആഹാരശേഷവും റൈറ്റ് ആഫ്റ്റർ ഫുഡ് ശേഷം
ചെയ്യുക. അങ്ങനെ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ മലബന്ധം മാറി സുഖമായ ശോധന ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുക. അതിനുശേഷം കൈ മാറ്റുക. ഈ കയ്യിൽ പ്രസ് ചെയ്യുക. ഈ സെന്ററിൽ പ്രസ് ചെയ്യുക. ഈ കൈയുടെ സെന്ററാണ് നമ്മുടെ സ്റ്റൊമക്ക് ലിവറിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന കൈ വെള്ളയുടെ സെന്ററാണ്. താഴേക്ക് ഇൻഡസ്റ്റൈൻ, അങ്ങനെയാണ് ആചാര്യന്മാർ പറയുക. അപ്പം ഇങ്ങനെ വെക്കുക, തമ്പ് ചുറ്റുക, ഇത് സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. വായു എലമെന്റ് ആക്റ്റീവായിട്ട് നിൽക്കുക. ഓക്കെ. എന്നിട്ട് മറ്റേ കയ്യിൽ ആദിമുദ്ര പിടിക്കുക. വജ്രാസനത്തിലിരുന്ന് ഇങ്ങനെ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ ഈ മുദ്രയുടെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ BP ഉള്ളവർ, അതുപോലെ ഉറക്കക്കുറവ്, വെർട്ടിഗോ, ഡിപ്രഷൻ പോലെ എന്തെങ്കിലും മാനസിക അസ്വസ്ഥങ്ങളുള്ളവർ, ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അവരൊരു 5 മിനിറ്റൊക്കെ ചെയ്താൽ മതി. ഡിപ്രഷൻ ഉള്ളവർക്ക് ഈ വായു എലമെന്റ് കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതിങ്ങനെ പിടിക്കുന്നു, തമ്പ് മേളിലോട്ട് വെക്കുന്നു, ചൂണ്ടുവിരൽ, ഇത് ആദിമുദ്ര. അങ്ങനെ പിടിച്ച് വജ്രാസനത്തിലിരുന്ന് കണ്ണു തുറന്ന് ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ ദഹന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് സുഖമായ മലശോധനയ്ക്ക് സഹായമാവുന്ന ഈ മുദ്ര നിങ്ങൾ മുടങ്ങാതെ ചെയ്തു നോക്കുക. വജ്രാസനത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെട്ട് കാണും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇങ്ങനെ ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് നമുക്കൊരു പ്രോത്സാഹനം. അതുപോലെ ഒരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കട്ടെ. അതുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.